പ്രിയപ്പെട്ട കുട്ടികളെ, കൊറോണ വൈറസ് രോഗം മൂലം നമ്മുടെ ക്ലാസ്സുകൾ ഇതുവരെ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വീട്ടിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നു. നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത്. ഈ വീഡിയോയിലൂടെ ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. രോഗപ്രതിരോധം, ക്ലാസ് ഇവയെ മുൻനിർത്തി ചില നിർദ്ദേശങ്ങൾക്ക് ശേഷം നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഈ ക്ലാസിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം വാട്സാപ്പിലൂടെ എന്നെ അറിയിക്കുമല്ലോ. കൊറോണ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പുറമേ നിങ്ങൾ പോവുകയാണെങ്കിലും വീട്ടിൽ കഴിയുകയാണെങ്കിലും മാസ്ക് ധരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ കൈകൾ സോപ്പ്, സാനിറ്റൈസർ ഇവ ഉപയോഗിച്ച് വൃത്തിയാക്കണം. മറ്റുള്ളവരിൽ നിന്ന് 1 മീറ്റർ അകലം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പാലിക്കണം. ഈ ദിവസങ്ങളിൽ വീട്ടിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സുരക്ഷിതരായിരുന്ന് മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കണം. മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും മുതിർന്നവരെയും നിങ്ങൾ അനുസരിക്കണം. ബ്രേക്ക് ദ ചെയിൻ കാമ്പയിനിൽ നിങ്ങൾ സഹകരിക്കണം. ഇനി ക്ലാസ് സംബന്ധിക്കുന്ന ചില നിർദ്ദേശങ്ങൾ. ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി വളരെ ശാന്തമായ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കണം. ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കണം. ആദ്യം കാണുമ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. എത്ര തവണ വേണേലും ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പോകാം. ഏതാനും തവണ ഈ ക്ലാസ് കണ്ട ശേഷം ഒരു സ്ലൈഡ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് പോസ് ചെയ്ത് നോട്ട് എടുക്കാം. എൻ്റെ സംസാരം വഴിയാണ് ക്ലാസ് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക. ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഒരു പേപ്പറിൽ ചോദ്യങ്ങൾ എഴുതി അതിൻ്റെ ഇമേജ് എനിക്ക് അയച്ചു തന്നാലും മതി. നിങ്ങൾ ഒരു പുതിയ ഫിസിക്സ് നോട്ട് ബുക്ക് വാങ്ങണം. ആ ബുക്കിലേക്ക് ഈ നോട്ടുകൾ എഴുതണം. ഈ സ്ലൈഡുകളിലുള്ള നോട്ടുകൾ എഴുതണം. എന്നിട്ട് അതിൻ്റെ ആ പേജിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫിസിക്സിൽ ആകെ 15 ചാപ്റ്റേഴ്സാണ് ഈ വർഷം ഉള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോ എന്ന് പറഞ്ഞ ചാർജ്, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ റെസ്റ്റിലുള്ള വസ്തുക്കൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ചുള്ള പഠനമാണ്. നിശ്ചലാവസ്ഥയിലുള്ള ചാർജിനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇപ്പൊ ചാർജിനെ കുറിച്ച് ഇവിടെ പ്രതിപാദ്യ വിഷയം. ഇപ്പൊ ചാർജിന്റെ ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോവുക. നിങ്ങൾക്കറിയാം, ചാർജ് 2 രീതിയിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ചാർജാണ് പോസിറ്റീവ് ചാർജ്. നമ്മൾ പ്ലസ് ക്യൂ എന്ന് എഴുതും. ഏത് ചാർജിനെയും ക്യൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ ആ സിമ്പൽ, ചാർജിന്റെ സിമ്പലാണ് ക്യൂ. ഇപ്പൊ ഒന്നാമത്തെ ടൈപ്പ് ചാർജാണ് പോസിറ്റീവ് ചാർജ്, പ്ലസ് ക്യൂ. പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ അറിയപ്പെടുന്നത് തന്നെ അതിന്റെ പോസിറ്റീവ് ചാർജ് കൊണ്ടാണ്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് ഇ. അതിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് പ്ലസ്. അതിലുള്ള ചാർജിന്റെ അളവാണ് ഇ.
ഇയെ നമ്മൾ ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയും. അതിന്റെ വില 1.6 × 10⁻⁻19 കുളം. അതുപോലെ ഒരു പ്രോട്ടോണിന് മാസും ഉണ്ട്. ഒരു പ്രോട്ടോണിന്റെ മാസ് 1.67 × 10⁻⁻27 കിലോഗ്രാം. അതാണ് പ്രോട്ടോണിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. ഒന്ന്, അതിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതിന്റെ പോസിറ്റീവ് ചാർജ് +C = 1.6 × 10⁻⁻19 കുളം. അതിന്റെ മാസ് mp = 1.67 × 10⁻⁻27 കിലോഗ്രാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചാർജ് ആണ് നെഗറ്റീവ് ചാർജ്. അതിനെ -Q എന്ന സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് -Q ചാർജ്. ഉദാഹരണം പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജ് -E. 1.6 × 10⁻⁻19 കുളമ്പാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് -E -1.6 × 10⁻⁻19 കുളം. അതാണ് ചാർജിന്റെ വില. ഒരു ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് അവയുടെ വാല്യൂവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് mp/me കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 1840 കിട്ടും. അതായത് ഒരു പ്രോട്ടോണിന്റെ മാസ് 1840 ഇലക്ട്രോണിന്റെ മാസിന് തുല്യമാണ്. ഇപ്പൊ പ്രോട്ടോൺ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇലക്ട്രോണിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാകുന്നത് ഇൻസുലേറ്റേഴ്സിലാണ്. ഈ ചാർജുകൾ ഒരിടത്തേക്ക് മൂവ് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നിടത്ത് തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ചാർജുകൾ കണ്ടക്ടറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്പ്രെഡ് ചെയ്യും, സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കുന്നില്ല. അടുത്തത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ചാർജുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? ഒന്ന്, ലൈക്ക് ചാർജസ് റിപ്പൽ. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് ചാർജുകൾ ലൈക്ക് ചാർജസ് ആണ്. ഒരുപോലത്തെ ചാർജുകളാണ്, ഒരേപോലെയുള്ള ചാർജുകളാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവയെ അടുത്തേക്ക് കൊണ്ടിരുന്ന വസ്തുവിന് അകലേക്കുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെടും, എതിർക്കുന്ന ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അവ അടുക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇനി രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോലും ലൈക്ക് ചാർജസ് ആണ്. അവയും അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവന്നാൽ അവയും അകന്നകന്ന് പോകുന്ന ഫോഴ്സ്, അകന്നകന്ന് പോകുന്ന ഇഫക്റ്റ് ഉണ്ടാകുന്ന ഫോഴ്സ് വരും. അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അൺലൈക്ക് ചാർജസ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്ത് വരുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാകുന്നത്. അവയ്ക്ക് പരസ്പരം അടുത്തടുത്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന ഫോഴ്സാണ്. അപ്പം ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. പിന്നെ വസ്തുക്കളുടെ ചാർജ് സ്റ്റേറ്റ് പറഞ്ഞ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു കണ ആറ്റത്തിലുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ വസ്തുക്കൾക്ക് ചാർജ് ഇല്ലാത്ത അവസ്ഥയുണ്ടെന്ന് ഓർക്കുക. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ചാർജ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ചാർജിന്റെ പ്രോപ്പർട്ടി ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ടാമത്തെ additivity of charges. The total charge Q of a system of charges Q1, Q2, Q3 etc. is. ഒരു വസ്തുവിൽ പലയിടത്തായിട്ട് ഇൻസുലേറ്റർ ആയിരിക്കുമേ, വസ്തു ഇൻസുലേറ്റർ ആയിരിക്കും. ആ ഇൻസുലേറ്ററിൽ പല ഭാഗത്തായിട്ട് Q1, Q2, Q3, Q4 അങ്ങനത്തെ ചാർജുകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലുള്ള മൊത്തം ചാർജ് എത്രയാണ്? അതിലുള്ള മൊത്തം ചാർജ് എന്ന് പറയുന്നത് ഓരോ ചാർജിനെ അതിന്റെ സൈൻ അടക്കം കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q is equal to
Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര. താഴെ തന്നേക്കുന്ന ആ വസ്തു അതിൽ 5 ചാർജുകളാണ്. ഒരു സ്ഥലത്ത് +3 ചാർജ് ഉണ്ട്, ഒരിടത്ത് +2 ഉണ്ട്, ഒരിടത്ത് -5 ഉണ്ട്, ഒരിടത്ത് -1 ഉണ്ട്, വേറൊരു +4 ഉണ്ട്. ആ വസ്തുവിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു +3 പ്ലസ് +2 പ്ലസ് -5 പ്ലസ് -1 പ്ലസ് +4. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് +3 എന്ന് കിട്ടും. അപ്പൊ അതാണ് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുക. അപ്പം ചാർജിന്റെ 2 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂവും പറ്റില്ല, ചില പ്രത്യേക വിലകൾ മാത്രമേ പറ്റുള്ളൂ. ചാർജിന് ചില പ്രത്യേക വിലകൾ മാത്രമേ പറ്റുള്ളൂ, എല്ലാ വിലയും പറ്റില്ല. അപ്പം എന്താണ് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ഇ, ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്, ഇന്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3 അങ്ങനെ. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ഇ. ഫണ്ടമെന്റൽ ചാർജ് ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കണം, അല്ല പ്രോട്ടോണിനെ കൊടുക്കണം. ഇപ്പൊ ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോട്ടോൺ ഉണ്ടാകുകയാണെങ്കിൽ 1 പ്രോട്ടോൺ, 2 പ്രോട്ടോൺ, 3 പ്രോട്ടോൺ അങ്ങനെ പറ്റുള്ളൂ. അപ്പം ആ വസ്തുവിൽ ഉണ്ടാകുന്ന മൊത്തം ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. പ്രോട്ടോൺ കാരണമാണ് ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെ പോസിറ്റീവ് ചാർജ് ഉള്ളതെങ്കിൽ പ്ലസ്. ഇലക്ട്രോൺ കാരണമാണ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മൈനസ്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ N ഈസ് ഈക്വൽ ടു 1, 2, 3 അങ്ങനെ അൻ ഇന്റിജർ. N0 എന്ന് പറഞ്ഞ ഒരു കേസ് വരുന്നില്ല, അത് ചാർജ് ഇല്ലാത്ത വസ്തുവിന്റെ കേസാണ്. ആ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ആൻഡ് E ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻⁹ കുളം. അപ്പൊ ആ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, 2 ഇക്വേഷൻ ചേരുന്ന. ഒന്ന് പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ Q ഈസ് ഈക്വൽ ടു പ്ലസ് NE, ഇനി നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ Q ഈസ് ഈക്വൽ ടു മൈനസ് NE. അപ്പം 1 ഇലക്ട്രോണിന്റെ ചാർജ് ഒരു വസ്തുവിന് കൊടുത്ത ശേഷം 2 ഇലക്ട്രോണിന്റെ ചാർജ് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. 1.5 ഇലക്ട്രോണിന്റെ ചാർജ് കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് നമ്മൾ പറഞ്ഞവരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കുളോം ചാർജ്. കുളോം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ്. 1 കുളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് കണ്ടുപിടിക്കണം, അതാണ് ചോദ്യം. അപ്പൊ ചോദ്യത്തിൽ തന്നെ നമുക്കറിയാം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ N ആണ്. N ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണം. ഇൻ 1 കുളം ചാർജ്, അതാണ് ചാർജിന്റെ അളവ്. അപ്പൊ ചാർജ് Q ഈക്വൽ ടു ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ചാർജ് മൈനസ് ആണ്, മൈനസ് ചാർജ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോണിന് മൈനസ് ചാർജ് ആണ്, അതുകൊണ്ട് ആ വസ്തുവിലുള്ള ചാർജും മൈനസ് ആയിരിക്കും. അതുകൊണ്ട് -1 കുളം. പിന്നെ ബേസിക് ഇലക്ട്രോണിക് ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം. E ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻⁹ കുളം. അപ്പൊ ഏത് ഫോർമുല നമ്മൾ ഇവിടെ ഉപയോഗിക്കും? ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ Q ഈസ് ഈക്വൽ ടു -NE എന്നുള്ള ആ ഫോർമുല ഉപയോഗിക്കും. N ഈസ് ഈക്വൽ ടു -Q/E, -Q/E. അപ്പൊ N ഈസ് ഈക്വൽ ടു Q എന്ന് പറയുന്നത് -1 കുളം മുകളിലുണ്ട്, -1 കുളം ഡിവൈഡഡ് ബൈ E 1.6 into 10⁻⁻⁹ കുളം. ആ കുളോമ്പും ക്യാൻസൽ ആയി പോകും. 10⁻⁻⁹ മുകളിലേക്ക് ചെല്ലും. അപ്പോൾ അത് 10⁻+19 ആവും.
അപ്പോൾ നമുക്ക് n എഴുതാം. n ഈസ് ഈക്വൽ ടു 10⁻⁻19 ഡിവൈഡഡ് ബൈ 1.6. ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻19 നമുക്ക് 10 ഇൻറ്റു 10⁻18 എന്ന് എഴുതാം. 10 ഇൻറ്റു 10⁻18 ഡിവൈഡഡ് ബൈ 1.6. ഇതിനെ നമുക്ക് 10/1.6 ഇൻറ്റു 10⁻18 എന്ന് എഴുതാം. അപ്പോൾ n ഈസ് ഈക്വൽ ടു 10/1.6. നിങ്ങളുടെ ഈ കാൽക്കുലേറ്റർ ഉണ്ട്, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 6.25 എന്ന് കിട്ടും. 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഒത്തിരി എണ്ണമുണ്ട്, ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. എവിടെ? 1 കുളം ചാർജിൽ. അപ്പം 1 കുളം ചാർജ് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ചാർജാണ്. ഇനി ചാർജിന്റെ അടുത്ത സ്വഭാവമാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. 4ാമത്തെ സ്വഭാവം കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജിനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് ചാർജുകളുടെ ഇൻഫ്ലുവൻസിലല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റം. അതിൻ്റെ അടുത്തെങ്കിലും അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചാർജുകളൊന്നുമില്ല. അങ്ങനത്തെ സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം. ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയും പറയാം കൺസർവേഷൻ ഓഫ് ചാർജിന്. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജ് ഈസ് കൺസർവ്ഡ്. ഇനി അടുത്തത് 5ാമത്തെ പ്രോപ്പർട്ടിയാണ് റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് ഓഫ് ചാർജ്. റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനോട് അടുത്ത ഹൈ സ്പീഡുകളിൽ വസ്തുക്കളുടെ മാസ്, ലെങ്ത്, ടൈം ഇവയൊക്കെ മാറും. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ചാർജിന് എന്താണ് റിലേറ്റിവിറ്റിക്ക് അനുസരിച്ച്? അതായത് ഹൈ സ്പീഡുകളിൽ ചാർജിന്റെ വിലയ്ക്ക് എന്ത് സംഭവിക്കും? ദർ ഇസ് നോ റിലേറ്റിവിസ്റ്റിക് ചേഞ്ച്. ഒരു വ്യത്യാസവും ഇല്ല. ചാർജിന് റിലേറ്റിവിറ്റി സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഒരു വ്യത്യാസവും വരില്ല. ദർ ഇസ് നോ റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് ഓഫ് ചാർജ് ഫോർ എ ബോഡി. ചാർജ് സ്പീഡിനനുസരിച്ച് മാറുകയേയില്ല. റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് ഒന്നും ചാർജിന് ഇല്ല. ഇനി ഒരു ചോദ്യം, റിപ്പൾഷൻ ഈസ് ദ ഷുവർ ടെസ്റ്റ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. അത് ചോദ്യം. 2 വസ്തുക്കൾ തമ്മിൽ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾക്ക് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ 2 വസ്തുക്കൾക്കും ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ 2 വസ്തുക്കൾക്കും ചാർജ് കിട്ടിയിട്ടുണ്ട്. റിപ്പൾഷൻ ഈസ് ദ ഷുവർ ടെസ്റ്റ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. 2 വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ്, അത് റിപ്പൾഷൻ ആണ്. അത് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ ഉറപ്പാക്കാം ചാർജ് ഉണ്ടെന്ന്. എക്സ്പ്ലെയിൻ, ഒന്ന് വിശദീകരിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പം അതിന്റെ ആൻസർ ഇതാണ്. എ ചാർജ്ഡ് ബോഡി ക്യാൻ അട്രാക്ട് ബോത്ത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ബോഡി ആൻഡ് അൺചാർജ്ഡ് ബോഡി. ഒരു വസ്തുവിന് ചാർജ് ഉണ്ടെന്ന് വെച്ചോ, എങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ബോഡിയും പറ്റും, ചാർജ് ഇല്ലാത്ത വസ്തുവിനും പറ്റും. ചാർജുള്ള ബോഡി ചാർജ് ഇല്ലാത്ത വസ്തുവിനെ അട്രാക്ട് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. നമ്മൾ പഠിക്കും. അപ്പൊ ചാർജുള്ള ഒരു വസ്തുവിന് ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെ ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ചാർജുള്ള വസ്തുവിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അട്രാക്ഷൻ നമുക്ക് എടുക്കത്തില്ല. അട്രാക്ഷൻ ആണ് ചാർജിന്റെ ടെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബട്ട് ചാർജ്ഡ് ബോഡി ക്യാൻ റിപ്പൽ ഓൺലി സിമിലർ ചാർജ്ഡ് ബോഡീസ്. ചാർജുള്ള ഒരു വസ്തുവിന് അതേ ചാർജുള്ള വസ്തുവിനെ മാത്രമേ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. ചാർജുള്ള ഒരു വസ്തുവിന് അതേ ചാർജുള്ള വസ്തുവിനെ മാത്രമേ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 2 ബോഡിക്കും ചാർജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്പൾഷൻ നടന്നിരിക്കും. പക്ഷെ ഒരു വസ്തുവിന് ചാർജ് ഇല്ലെങ്കിൽ അട്രാക്ഷൻ നടക്കാം. അപ്പം അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രിഫിക്കേഷന്റെ ഒരു ഷുവർ ടെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അൺചാർജ്ഡ് ബോഡിക്കും അട്രാക്ഷൻ അനുഭവപ്പെടാം. പക്ഷെ സെയിം ചാർജുള്ള ഒരു ബോഡിയെ മാത്രമേ ഒരു ചാർജ്ഡ് ബോഡി റിപ്പൽ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം 2നും ഒരേ ചാർജ് ഉണ്ടെന്ന് അർത്ഥം. Therefore, repulsion is the sure test of electrification. ഇനി വസ്തുക്കളെ 2ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ടൈപ്പ് വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? ദേ അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ഈസിലി ത്രൂ ദം. കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റിയെ ഈസി ആയിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ്.
കണ്ടക്ടേഴ്സ് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ഈസിലി ത്രൂ ദം. എന്താ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത? കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എത്രമാത്രം ഉണ്ട്? എബൌട്ട് 10⁻23 ഫ്രീ ഇലക്ട്രോൺ പെർ സെന്റിമീറ്റർ ക്യൂബ്. ഈ ഫ്രീ ഇലക്ട്രോണിന് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നും പറയും. അപ്പം കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് പാസ് ചെയ്യും. അങ്ങനെ ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് പാസ് ചെയ്യുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ മെറ്റൽസ്. മെറ്റൽസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അവ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇനി ലിക്വിഡ് ഫോമിലുള്ള ഒരു കണ്ടക്ടറിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? മെർക്കുറി. മെർക്കുറി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ കണ്ടക്ടർ ഇൻ ലിക്വിഡ് ഫോം. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റേഴ്സ് ഓഫർ എ ഹൈ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന് ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന വസ്തുക്കളാണ്. ഭയങ്കര തടസ്സം ഉണ്ടാക്കും, ഈസി ആയിട്ട് ചാർജുകൾക്ക് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് കാരണം എന്താണെങ്കിലും അവയ്ക്ക് തീരെ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസേ ഉള്ളൂ, ചിലപ്പോൾ കാണുകയില്ല. ഇൻസുലേറ്റേഴ്സ് ഹാവ് വെരി സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ട് എന്താ? ദേ ആർ വെരി പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ വളരെ മോശം കണ്ടക്ടേഴ്സ് ആണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. ചിലപ്പോൾ അവ കടത്തി വിടത്തേയില്ല ഇലക്ട്രിസിറ്റി. അങ്ങനത്തെ ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് എന്താ? ഗ്ലാസ്, പ്ലാസ്റ്റിക്, വുഡ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ചാർജിന്റെ 5